അപ്പോൾ നമ്മൾ ഇൻഡസ് റിവർ ബേസിൻ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ് റിവർ ബേസിൻ എന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. യെസ്, ഇതാ ഈ കാണുന്നതാണ് ഇൻഡസ് റിവർ. ഇൻഡസ് റിവർ ഇത് ഏരിയ കൂടെ പാസ് ചെയ്ത് പോകുന്നത് പാകിസ്ഥാനിലാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ട ഇത്രയും ഭാഗത്ത്, അതായത് ഇത്രയും ഭാഗത്ത് നിങ്ങൾ കാണുന്ന ഈ റേഞ്ചസിനെ നമ്മൾ വിളിക്കുന്നതാണ് സുലൈമാൻ റേഞ്ചസ്. അപ്പോൾ ഈ സുലൈമാൻ റേഞ്ചസിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ തൊയ്ച്ചി, സോബ എന്ന് തുടങ്ങിയിട്ടുള്ള പല റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? ഈ പറഞ്ഞിട്ടുള്ള സുലൈമാൻ റേഞ്ചസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഇതാ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും ഭാഗത്ത് നിങ്ങൾക്ക് കാണാം സുലൈമാൻ റേഞ്ചസിൽ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള റിവേഴ്സ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമ്മൾ ഇൻഡസ് റിവറിലേക്ക്, ഇൻഡസ് റിവറിനെ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, ഇൻഡസ് റിവർ ഷിപ്കില, യെസ്, ഷിപ്കില. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ബൊക്കാറച്ചു എന്ന് പറയുന്ന റീജിയനിൽ വെച്ചിട്ടാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അവസാനം അത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഷിപ്കില എന്ന് പറയുന്ന ഷിപ്കില എന്ന് പറയുന്ന പാസിൽ കൂടെയാണ് ഇൻഡസ് ഏതിലേക്ക് പ്രവേശിക്കുന്നത്? ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ നിന്ന് പിന്നെ ഫർദറായിട്ട് ട്രാവൽ ചെയ്തിട്ട് ലേ ലഡാക്ക് റീജിയനിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യുന്നു? പാകിസ്ഥാനിൽ ചെന്ന് ചേരുന്നു ഇൻഡസ് റിവർ. ഓക്കെ, അവസാനം എവിടെ ചെന്ന് ചേരുന്നു? പാകിസ്ഥാനിൽ ചെന്ന് ചേരുന്നു ഇൻഡസ് റിവർ സിസ്റ്റം. യെസ്. ഇനി ഇൻഡസ് റിവറിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഇതേ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 5 റിവേഴ്സ്. ഒന്ന് ജലം, ചിനാബ്, ബീസ്, രവി, സത്ലജ്. ഈ 5 റിവേഴ്സും കൂടി ചേർന്നിട്ട് പാകിസ്ഥാനിന് മുമ്പുള്ള മിത്താൻകോട്ട് എന്ന് പറയുന്ന റീജിയന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പഞ്ച് നദ് എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ സ്ട്രീമായിട്ട് എവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്? പാകിസ്ഥാനിലെ മിത്താൻകോട്ടിൽ ഇൻഡസ് റിവറിൽ ചെന്ന് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ച് നദിൻ്റെ ഫുൾ സോഴ്സ് വരുന്നത് എങ്ങനെയാണ്? ഈ 5 റിവേഴ്സിൽ നിന്നാണ്. ഒന്ന് സത്ലജ്, അതേപോലെ തന്നെ ചെനാബ്, ജലം, രവി, ഈ റിവേഴ്സിൽ നിന്ന്. ഈ 4 റിവേഴ്സിൽ, ഈ 5 റിവേഴ്സിൽ 4 എണ്ണം അഥവാ ബീസ്, അതേപോലെ തന്നെ രവി, ചെനാബ്, അതേപോലെ തന്നെ ജലം, ഈ 4 റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. എന്നാൽ സത്ലജ് നദി ഒറിജിനേറ്റ് ചെയ്യുന്നത് ടിബറ്റൻ പ്ലാറ്റ്യൂവിൽ നിന്നാണ്. ടിബറ്റൻ പ്ലാറ്റ്യൂവിലുള്ള കൈലാഷ് മാനസറോവർ റീജിയനിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള സത്ലജ് നദി ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് പഞ്ച് നദ് എന്ന് പറഞ്ഞ സെക്ഷനെ കുറിച്ചിട്ടാണ്. പഞ്ച് നദ്. അപ്പോൾ പഞ്ച് നദ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 5 റിവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് പഞ്ച് നദ്. ഈ പഞ്ച് നദ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൺസിസ്റ്റ് ചെയ്യുന്ന റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ രവി, രണ്ടാമത് വരുന്ന റിവർ എന്ന് പറയുന്നത് ബീസ്, മൂന്നാമത്തെ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെനാബ്, അതേപോലെ തന്നെ 4th വൺ ജലം, 5th വൺ സത്ലജ്. ഇതിൽ ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെനാബാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി. അപ്പോൾ അതിനാൽ തന്നെ ആ ട്രിബ്യൂട്ടറിയുടെ പേരിലാണ് ഏതറിയപ്പെടുന്നത്? ഈ പറഞ്ഞിട്ടുള്ള പഞ്ച് നദിൻ്റെ ഫൈനൽ ബ്രാഞ്ച് അറിയപ്പെടുന്നത് ചെനാബ്. ഓക്കെ, രവി, ബീസ്, ചെനാബ്, ജലം, സത്ലജ്. ഇവർ 3 പേരും അല്ലെങ്കിൽ ഇവർ 5 പേരും കൂടിയിട്ട് ഒരു സിംഗിൾ റിവറായിട്ട് എവിടെ ചെന്നിട്ട് അവസാനിക്കുന്നു? ഇൻഡസ് റിവറിൽ ചെന്ന് അവസാനിക്കുന്നു. ആ ഇൻഡസ് റിവറിൽ ചെന്ന് അവസാനിക്കുന്നത് ഏതിനാണ്? പാകിസ്ഥാനിലുള്ള മിത്താൻകോട്ടിന് അടുത്തായിട്ടാണ് ഇൻഡസ് റിവറായിട്ട് മെർജ് ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള പഞ്ച് നദ് ഇൻഡസ് റിവറായിട്ട് മെർജ് ചെയ്യുന്നത്.
ഓക്കെ. ഇനി ഈ പഞ്ച് നദ് ഒഴുകിപ്പോകുന്ന ഒരു പ്ലാറ്റു അല്ലെങ്കിൽ ഒരു ഫോമേഷൻ നമ്മുടെ മെയിനായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചാബ്, അതേപോലെ തന്നെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഇത്രയും റീജിയനിൽ കൂടിയാണ് ഒഴുകി പോകുന്നത്. നമ്മുടെ ഇൻഡസ് റിവർ ബേസിൻ്റെ ഒരു സെക്ഷനായിട്ടുള്ള ഈ പഞ്ച് നദ് എന്ന് പറയുന്നത് മെയിൻലി ഒഴുകി പോകുന്ന ഒരു റീജിയനാണ് ഏതെന്ന് പറയുന്നത് പഞ്ചാബ്. ഓക്കെ. അപ്പോൾ ഈ പഞ്ചനദികൾ അല്ലെങ്കിൽ ഈ പഞ്ച് നദി ഒഴുകി പോകുന്ന റീജിയൻ ആയതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിന് എന്തെന്ന് പറഞ്ഞത് ആ ഒരു പേര് നമുക്ക് കിട്ടിയത്. പഞ്ചാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് അവിടെ കിട്ടിയത്. ഓക്കെ. യെസ്. ഇനി നമുക്ക് ഓരോ നദികളായിട്ട് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേതായിട്ടുള്ള ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി വിച്ച് ഈസ് കോൾഡ് ചെനാബ്. ഈ ചിനാബ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ കുളു ഹിൽസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ചെനാബ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് 2 റിവേഴ്സായിട്ടാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഒന്ന് ചന്ദ്ര, അതേപോലെ തന്നെ ബാംഗ്ര, 2 റിവേഴ്സ്. ഈ 2 റിവേഴ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ചിനാബ് റിവർ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചന്ദ്ര ആൻഡ് ബാഗ, ഇത് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. ഈ റീജിയൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ചെനാബ് റിവറാണ്. ഇത് രണ്ടിൻ്റെയും കൺഫ്യൂഷൻസ് ആണ്. കണ്ട ചെനാബ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നു. ഈ ചെനാബ് റിവറിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ബാഗ റിവർ. ബാഗ റിവർ ഈ ഭാഗത്ത് നിന്നായിട്ട് എന്ത് ചെയ്യുന്നു? ഒറിജിനേറ്റ് ചെയ്യുന്നു. ഈ ഭാഗത്ത് നിന്നായിട്ട് അതിൻ്റെ സ്രോതസ് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇനി അതിൻ്റെ അടുത്ത സെക്ഷൻ നമ്മൾ ബാക്കിലേക്ക് തപ്പിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെനാബ് റിവറിൻ്റെ ചന്ദ്ര സെക്ഷൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ കുളു ഹിൽസിന് നിയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ചും കൂടി സൂം ഔട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളു മണാലി ആ റീജിയനിലുള്ള കുളു ഹിൽസിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ചെനാബ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇതിന് നിയർ ആയിട്ടാണ് എന്തും വരുന്നത്? റോത്താങ് പാസും വരുന്നത്. ഓക്കെ. റോത്താങ് ഹിൽസും റോത്താങ് പാസും ഒക്കെ ഈ റീജിയനിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റോത്താങ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോത്താങ് ഈ റീജിയനിലാണ് റോത്താങ് പാസ് വരുന്നത്. അപ്പോൾ റോത്താങ് റീജിയൻ എല്ലാം കുളു, അതേപോലെ തന്നെ മണാലി, ഈ റീജിയനൊക്കെ വരുന്നത് ഈ സെക്ഷനിലാണ്, ഇത്രയും ഭാഗത്താണ്. ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ചെനാബ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആരൊക്കെയായിട്ട്? ചന്ദ്രയും അതേപോലെ തന്നെ ബാഗ റിവറായിട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ട് ചെനാബ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ. യെസ്. അപ്പോൾ വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആണ് ആരെന്ന് പറയുന്നത്? ചെനാബ് റിവർ എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ? യെസ്. ഇനി ചെനാബിൻ്റെ മറ്റൊരു ട്രിബ്യൂട്ടറിയാണ് ജലം എന്ന് പറയുന്ന റിവർ. ഈ ജലം റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് പീർ പഞ്ചൽ റേസിൽ നിന്നാണ്. ഓക്കെ. ജലം റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പീർ പഞ്ചൽ റേസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പീർ പഞ്ചൽ റേഞ്ചസ്, അത് ജമ്മു കാശ്മീരിലുള്ള ഹിമാലയൻ റേഞ്ചസിന് പാരലായിട്ട് കിടക്കുന്ന, കാശ്മീർ വാലിക്ക് നിയർ ആയിട്ട് കിടക്കുന്ന, ഈ പീർ പാഞ്ചൽ റേസിൻ്റെയും ഹിമാലയൻ റേഞ്ചസിൻ്റെ ഇടയിലാണ് കാശ്മീർ വാലി കിടക്കുന്നത്. അപ്പോൾ അതിലുള്ള പീർ പാഞ്ചൽ റേസിൻ്റെ ഫുഡ് ഹിൽസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ജലം റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്ന ജലം നദി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ശ്രീനഗർ എന്ന് പറയുന്ന റീജിയനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ശ്രീനഗറിൽ അത് ദാൽ ലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെയും ഫർദറായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൂളാർ ലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നീട് ഫർദറായിട്ട് അത് മൂവ് ചെയ്ത് പാകിസ്ഥാനിൽ ചെന്ന് ചെനാബ് റിവറുമായിട്ട് എന്ത് ചെയ്യുന്നു? മെർജ് ചെയ്യുന്നു. ഏത്? ജലം റിവർ. പിന്നീട് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു, ജലം റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നു, അവസാനം ചെനാബ് നദിയായിട്ട് ചെന്ന് പാകിസ്ഥാനിൽ ചെന്ന് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ തന്നെ മെർജ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ നോക്കാം ചെനാബ് റിവർ. ജലം റിവർ. യെസ്. ഈ കാണുന്നതാണ് ജലം റിവർ.
ഈ ജലം റിവർ. യെസ്, ജലം റിവർ. ഈ ജലം റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് പിർ പാഞ്ചൽ റേസിൽ നിന്നാണ്. പിർ പാഞ്ചൽ റേസ്, പിർ പാഞ്ചൽ റേഞ്ച്. ഇതാ ഈ കാണുന്ന മൗണ്ടേനിയസ്, ഈ വെള്ള കളറിൽ കാണുന്ന മൗണ്ടേനിയസ് റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിർ പാഞ്ചൽ റേസ്. ഇത് ഏതിനാന്ന് നോക്കിയേ. സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ റേഞ്ചസിന് പാരലായിട്ടുള്ള ഒരു ചെറിയ സെക്ഷൻ ഓഫ് റേഞ്ചാണ് ഇതെന്ന് പറയുന്നത്, ഈ പീർ പാഞ്ചൽ റേസ്. ഈ പീർ പാഞ്ചൽ റേസിനും ഇതിനും ഇടയിൽ കിടക്കുന്ന ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പച്ച കളറിൽ, ലൈറ്റ് പച്ച കളറിൽ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കാശ്മീർ വാലി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാശ്മീർ വാലിയിൽ ഇമ്പോർട്ടൻറ്റ് സിറ്റി ആയിട്ടുള്ള ശ്രീനഗർ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പീർ പാഞ്ചൽ റേസിൻ്റെ താഴോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുട്ട് ഹിൽസിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ജലം റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത് ജലം റിവർ ഈ പീർ പാഞ്ചൽ റേസിൻ്റെ താഴെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒറിജിനേറ്റ് ചെയ്തതാ ജലം റിവർ. അങ്ങനെ ട്രാവൽ ചെയ്ത് എവിടേക്ക് എത്തുന്നു, ശ്രീനഗർ റീജിയനിലേക്ക് എത്തുന്നു. ശ്രീനഗറിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദാൽ ലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ദാൽ ലേക്കിന് ശേഷം അത് ഫർദറായിട്ട് മുന്നിലേക്ക് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതൊരു മറ്റൊരു ലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, വിച്ച് ഈസ് കോൾഡ് വൂളാർ ലേക്ക്. ഈ വൂളാർ ലേക്ക് എന്ന് പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ്. സൗത്ത് ഏഷ്യയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് ഏതെന്ന് പറയുന്നത്, വൂളാർ ലേക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് അങ്ങനെ മൂവ് ചെയ്ത് ഫർദറായിട്ട് മൂവ് ചെയ്ത് നീലം വാലിയിൽ കൂടെയൊക്കെ മൂവ് ചെയ്തിട്ട് അവസാനം അതെവിടെ ചെന്നെത്തുന്നു, മൂവ് ചെയ്ത് ജലം റിവർ ഫർദർ പാകിസ്ഥാനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫൈനലി എവിടെ ചെന്ന് വന്ന് ചേരുന്നു, ചെനാബ് റിവറായിട്ട് കൂടിച്ചേരുന്നു. ചെനാബ് റിവറായിട്ട് കൂടിച്ചേർന്നതിന് ശേഷം പിന്നീട് അത് ഫർദറായിട്ട് ഫ്ലോ ചെയ്തിട്ട് ഇതിനിടയിൽ സത്ലജ് റിവറും ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. സത്ലജ് റിവർ, രവി റിവർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി പിന്നെയും ഫർദറായിട്ട് താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്ലജ് റിവറും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി സത്ലജ് റിവറും ജോയിൻ ചെയ്തിട്ട് ഫൈനലി ചെനാബ് റിവർ എവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്നു, ചെനാബ് സിന്ധ് ഇൻഡസ് റിവറിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നു. ഇതിനടുത്താണ് ഏതെന്ന് പറയുന്നത്, മിത്താൻകോട്ട് എന്ന് പറയുന്ന റീജിയൻ എന്ന് പറയുന്നത്. മിത്താൻകോട്ട് അപ്പോൾ ഈ മിത്താൻകോട്ടിന് ഫർദർ ഈസ്റ്റിലായിട്ടാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഈ ചെനാബ് റിവറും ഇൻഡസ് റിവറും തമ്മിൽ എന്ത് ചെയ്യുന്നത്, മെർജ് ചെയ്യുന്നത്. ഓക്കെ, പഞ്ചനദികൾ എവിടെ ചെന്ന് ചെയ്യുന്നത്, മെർജ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദറായിട്ട് ജലം റിവർ നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് രവി റിവർ. രവി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, സെയിം കുളു ഹിൽസിൽ നിന്നാണ് രവി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രവി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് സെയിം എവിടെ നിന്നാണ്, കുളു ഹിൽസ്. കുളു ഹിൽസ് അവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെനാബ് റിവറിൻ്റെ ഒറിജിന് നമ്മൾ കണ്ടു. ഇനി ഫർദറായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണാം, ഈ റീജിയനിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്, രവി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, രവി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, കുളു ഹിൽസാണ്, നിയർ റോത്താങ് പാസ്. റോത്താങ് പാസ്. റോത്താങ് പാസിനടുത്തായിട്ട് ഉള്ള ഒരു റീജിയനിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്, രവി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിനകത്തുള്ള ഇത്രയും റീജിയനൊക്കെ നമ്മൾ ജനറൽ വിളിക്കുന്ന പേരാണ് കുളു ഹിൽസ്. പിന്നീട് അത് അവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകി അവസാനം എന്തിൽ ചെന്ന് ചേരുന്നു, രവി ഏതിലേക്ക് ചെന്ന് ചേരുന്നു, ചെനാബ് റിവറിൽ ചെന്നിട്ട് ഫൈനലി ചെന്ന് കൂടിച്ചേരുന്നു. ഓക്കെ, രവി റിവർ. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ബീസ് റിവറാണ്. ബീസ് റിവർ. ഈ ബീസ് റിവറും നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ബീസ് റിവർ.
ഇനി ബീസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ബീസ് കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനിൽ നിന്നാണ്. ബീസ് കുണ്ട്, ബീസ് കുണ്ട് അതും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ കുളു ഹിൽസിന് നിയറായിട്ടാണ് ബീസ് കുണ്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ബീസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൂക്ഷിച്ചൊന്ന് നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് ബീസ് നദി ഒറിജിനേറ്റ് ചെയ്യുന്നു. ദേ ഇവിടെ ചെനാബ് റിവർ, അതുപോലെ തന്നെ ദേ കുറച്ചും കൂടി താഴോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ രവി റിവർ. അപ്പോൾ ഇവരെല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള മണാലി, കുളു മണാലി പ്രദേശത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റോത്താങ് പാസിന് നിയറായിട്ട്. അപ്പോൾ ഇതിന് ജനറലി നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജലം റിവർ മാത്രമേ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുള്ളൂ. ജലം റിവർ മാത്രമേ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുള്ളൂ. പീർ പാഞ്ചൽ റൈസ് കാശ്മീർ റീജിയനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ചെനാബ് ഹിമാചൽ പ്രദേശിലുള്ള കുളു ഹിൽസിൽ നിന്നാണ്. അതേപോലെ തന്നെ രവി റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒറിജിനേറ്റ് ചെയ്യുന്നത് കുളു ഹിൽസിൽ നിന്നാണ്, വിച്ച് ഈസ് നിയറർ ടു കുളു ഹിൽസിൽ നിന്നാണ്, വിച്ച് ഈസ് നിയറർ ടു റോത്താങ് പാസ്. റോത്താങ് പാസ്. ഇനി അതേപോലെ തന്നെ ബീസ് റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ബീസ് കുണ്ടിൽ നിന്നാണ്. ബീസ് കുണ്ടിൽ നിന്നാണ്, വിച്ച് ഈസ് നിയറർ ടു കുളു ഹിൽസ്. കുളു ഹിൽസ്. അതേപോലെ തന്നെ റോത്താങ് പാസ്, നിയർ റോത്താങ് പാസ്. ഇനി ഫൈനലി നമ്മുടെ വരുന്ന ഈ പഞ്ച് നദിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു നദിയാണ് ഏതെന്ന് പറയുന്നത്? സത്ലജ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 5 റിവേഴ്സും ഇന്ത്യയിലാണ് ഒറിജിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സത്ലജിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സത്ലജ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിലുള്ള മാനസരോവർ രാക്ഷസ്ഥാൽ ലേക്കിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? സത്ലജ് നദി ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പം മാനസരോവർ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസരോവർ ലേക്ക്, മാനസരോവർ ലേക്ക്, അത് ഭോപ്പാലിലേക്കാണ് പോയത്. ഭോപ്പാലല്ല, ഇതാ ഇവിടെ കാണാം. ഇതാ ഈ കാണുന്ന 2 ലേക്കാണ്. ഈ കാണുന്ന വട്ടത്തിൽ കാണുന്ന ലേക്കാണ് മാനസരോവർ. ഇപ്പുറത്ത് കാണുന്ന ലേക്കാണ് ഇതെന്ന് പറയുന്നത് രാക്ഷസ്ഥാൽ എന്ന് പറയുന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ചൈനയിലാണ്. ഇതാ ഈ കാണുന്നതാണ് മൗണ്ട് കൈലാഷ്. അപ്പോൾ കൈലാഷ് റീജിയന് അടുത്തായിട്ട് കിടക്കുന്ന 2 തടാകങ്ങളാണ് മാനസരോവറും അതേപോലെ തന്നെ രാക്ഷസ്ഥാലും. ഇതിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? സത്ലജ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് സത്ലജ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനേറ്റ് ചെയ്തിട്ട് സത്ലജ് റിവർ ഏതിൽ നിന്ന് ചേരുന്നു? സത്ലജ് റിവർ എവിടെ ചെന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ട് അവസാനം സത്ലജ് റിവർ ഒറിജിനേറ്റ് ചെയ്യും. അങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്ന സത്ലജ് റിവർ എവിടെ ചെന്നാണ് അവസാനിക്കുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്നിട്ട് നമുക്ക് നോക്കാം. സത്ലജ് റിവർ. യെസ്, സത്ലജ് റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് സത്ലജ് റിവർ. പിന്നീട് നമ്മളങ്ങോട്ട് തപ്പിപ്പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ഫർദറായിട്ട് തപ്പിപ്പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭാഗത്തു നിന്നാണ്. അത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കറക്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല. പിന്നീട് ഫർദർ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ സത്ലജ് റിവർ. അങ്ങനെ പോകുന്നു, പോയി യെസ് 3. പിന്നീട് യെസ് ഇന്ത്യ വിട്ടു. ഇത് ഇന്ത്യയുടെ ബോർഡറാണ്. ഇന്ത്യയുടെ ബോർഡറും കഴിഞ്ഞ് എന്ത് ചെയ്തു? ഇന്ത്യയുടെ ബോർഡറും കഴിഞ്ഞ് അങ്ങനെ പോയി. സത്ലജ് റിവർ. യെസ്, ഈ റീജിയനിൽ നിന്ന്
ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റീജിയനിലുള്ള മാപ്പ് നമുക്ക് വിസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് അത് ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ കൂടെ കടന്നിട്ട് അവസാനം അതെന്ത് ചെയ്യുന്നു, ഓൺ ദ വേ അതൊരു റിസർവോയറിൽ ചെന്ന് ചേരുന്നു, വിച്ച് ഈസ് കോൾഡ് ആസ് ബക്രാനങ്കൽ റിസർവോയർ. ബക്രാനങ്കൽ റിസർവോയർ ഇതാ. യെസ്, ഇത്രയും ഭാഗത്ത് യെസ് ദാ ഗോവിന്ദ് സാഗർ റിസർവോയർ ദാ ബക്ര ഡാം. അപ്പോൾ ബക്രാനങ്കൽ ഡാം അത് ക്രിയേറ്റ് ചെയ്യുന്നു, ബക്രാനങ്കലിൻ്റെ റിസർവോയർ അത് ക്രിയേറ്റ് ചെയ്യുന്നു. ആരെന്ന് പറയുന്നത് സത്ലജ് നദി എന്ന് പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അത് വെസ്റ്റ് വേർഡ് ഫോളോ ചെയ്തിട്ട് എവിടെ പഞ്ചാബിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് അതിനകത്ത് ബീസ് റിവർ ചെന്ന് ചേരുന്നു. പഞ്ചാബിലൊരു പോർഷനിൽ ബീസ് റിവർ ചെന്ന് ചേരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ബീസ് കുണ്ട് അല്ലെങ്കിൽ ഈ പഞ്ച് നദികൾ ഇത്താൻകോട്ടിൽ എത്തണേക്കാട്ടിലും തൊട്ട് മുമ്പായിട്ട് അത് ചെനാബ് റിവറിൽ ചെന്നിട്ട് ഫൈനലി എന്ത് ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു. സത്ലജ് റിവർ നമ്മൾ ഫൈനലി ചെനാബ് റിവറിൽ ചെന്നിട്ട് മെർജ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ സത്ലജ് റിവറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ചൈനയിൽ നിന്നാണ്. മാനസരോവർ രാക്ഷസ്ഥാൻ ലേക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ സത്ലജ് റിവറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഹിമാലയൻ റേഞ്ചസിനെ, മൈറ്റി ഹിമാലയൻ റേഞ്ചസിനെ ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതും തുറന്നു വരുന്ന 3 റിവേഴ്സേ പോസിബിൾ ഉള്ളൂ. ഒന്ന് ഇൻഡസ് റിവർ, രണ്ടാമത്തത് ബ്രഹ്മപുത്ര റിവർ, മൂന്നാമത്തെ റിവറാണ് സത്ലജ് റിവർ. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന റീജിയനാണ് ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന റേഞ്ചസ് ഒക്കെയാണ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഹിമാലയൻ റേഞ്ചസിനെ ടിബറ്റൻ പ്ലാറ്റുവിൽ ഒറിജിനേറ്റ് ചെയ്ത് ക്രോസ് ചെയ്ത് വരുന്ന 3 നദികളേ ഉള്ളൂ. ഒന്ന് ഇൻഡസ് റിവർ, രണ്ടാമത്തത് ബ്രഹ്മപുത്ര റിവർ, ആൻഡ് തേർഡ് വൺ വിൽ ബി ദ സത്ലജ് റിവർ. ഓക്കെ, തേർഡ് വൺ വിൽ ബി ദ സത്ലജ് റിവർ. അപ്പോൾ ഇത്രയുമാണ് ഇൻഡസ് വാലിയിലെ അല്ലെങ്കിൽ ഇൻഡസ് ബേസിനകത്തുള്ള റിവേഴ്സ് എന്ന് പറയുന്നത്.